രാത്രി അടുക്കളയിൽ നിന്നുള്ള അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്താണ് പാതിരാത്രി അടുക്കളയിൽ പണി? പിറുപിറുത്തുകൊണ്ട് കണ്ണു തിരുമ്മി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുറി വിട്ട് അടുക്കളയിലേക്ക് പോകാൻ ഇറങ്ങവേ ഞാൻ കേട്ടു തൊട്ടടുത്ത് നിന്ന് മറ്റൊരു അടക്കി പിടിച്ചുള്ള ശബ്ദം. മോനെ, അടുക്കളയിലേക്ക് പോകരുത്, അത് ഞാനല്ല. ഈ ഇരുട്ട് ഇതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനോ കേൾക്കാനോ ശ്വസിക്കാനോ പോലും കഴിയുന്നില്ല. ഇത് ഇത്രയ്ക്ക് അസഹനീയമാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ കുഴിച്ചിടണ്ട, കത്തിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞേനെ. എൻ്റെ മകളുടെ തുടരെയായുള്ള ഈ ഉറക്കെയുള്ള കരച്ചിലും അലർച്ചകളും എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ്. ഒടുവിൽ നിവർത്തിയില്ലാതെ ആ കുറ്റാക്കുലിരുട്ടത്ത്, ആ നശിച്ച മഴയത്ത് ഒരിക്കൽ കൂടി ഞാൻ അവളുടെ ശവക്കല്ലറ സന്ദർശിച്ചു. ദൈവത്തെയോർത്ത് ഇതൊന്ന് അവസാനിപ്പിക്കുവാൻ അവളോട് കെഞ്ചി. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒരിക്കൽ കൂടി ഞാൻ ജനാലയ്ക്ക് വെളിയിലൂടെ പുറത്തേക്ക് നോക്കി. നിലാവെളിച്ചത്തിൽ ഞാൻ കണ്ടു, വെളുത്ത വസ്ത്രം ധരിച്ച് കണ്ണുകൾ പുറത്തേക്കുന്തി തുറിച്ചു നോക്കിക്കൊണ്ട് അവരിപ്പോഴും തൻ്റെ വീടിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ചില്ലിൽ ഉറക്കെയുള്ള തട്ടലും മുട്ടലും കേട്ട് പെട്ടെന്ന് ഞാൻ ജനാലയിലേക്ക് നോക്കി. ഇല്ല, പുറത്താരെയും കാണുന്നില്ല. പിന്നെയും ആ തട്ടലും മുട്ടലും കേട്ടപ്പോഴാണ് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കിയത്. അതെ, അത് കണ്ണാടിയിൽ നിന്നായിരുന്നു. ജോലിസ്ഥലത്ത് നിന്ന് ഒരു നീണ്ട ദിവസത്തിന് ശേഷം വല്ലാത്ത തളർച്ചയോടെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ഡോർ താക്കോലിട്ട് തുറന്ന് വീട്ടിലേക്ക് കയറിയ ഞാൻ കണ്ട കാഴ്ച എന്റെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ആ തൊട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യയെയാണ്. രക്തം മരവിച്ച് ഞാൻ അങ്ങനെ നിന്നുപോയി. ഏതായിരുന്നു കൂടുതൽ ഭയാനകരം? പ്രസവത്തോടെ തന്നെ മരിച്ചുപോയ എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എന്റെ വീട്ടിൽ കണ്ടതോ, അതോ കുഴിമാടം മാന്തി ആരോ അവരെ പുറത്തെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു എന്നതോ? ഈ നശിച്ച കാടിന് നടുവിൽ ആരാണാവോ ഇങ്ങനെയൊരു കുടിൽ എനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയത്? എത്രയും പെട്ടെന്ന് നേരം വെളുത്തിരുന്നുവെങ്കിൽ എനിക്ക് നശിച്ച കാട്ടിൽ നിന്ന് സ്ഥലം വിടാമായിരുന്നു. എന്നെ കൂടുതൽ അസ്വസ്ഥമാക്കിയത് 4 ഭിത്തികളിലും അവിടിവിടെയായി സ്ഥാപിച്ചിരുന്ന ആ ചുമർ ചിത്രങ്ങളായിരുന്നു. വികൃതമായ ബീഭത്സമായ രൂപങ്ങളായിരുന്നു ആ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. രാത്രി മുഴുവൻ അവ എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നാൽ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ചിത്രങ്ങളിലൊന്നും ആ രൂപങ്ങളെ കാണാനില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. അവ ചിത്രങ്ങളായിരുന്നില്ല, അവ ജനാലകളായിരുന്നു. ഒരു പിഞ്ചുകുട്ടിയുടെ ചിരിയേക്കാൾ മനോഹരമായി ഒന്നും തന്നെ ഈ ലോകത്തില്ല. എന്നാൽ പാതിരാത്രി 2 മണിക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നിങ്ങളത് കേൾക്കുന്നതെങ്കിൽ നെഞ്ചിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നെഞ്ചത്ത് കൈവച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ബോധരഹിതനായി നിലത്ത് വീണു. പിന്നീട് ബോധം വരുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ചുറ്റും നിരന്നു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയുമാണ്. ആരൊക്കെയോ തേങ്ങുന്നതും വിതുമ്പുന്നതും എനിക്ക് കേൾക്കാം. പെട്ടെന്ന് അവർ എന്നെ പൊക്കിയെടുത്ത് തൊട്ടടുത്തിരുന്ന കുഴിയിലേക്ക് ഇറക്കി വെച്ചു. ഞാൻ എന്നാൽ ആകുന്ന വിധം അലറാനും എഴുന്നേൽക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാനത് മനസ്സിലാക്കി, എന്താണ് മരണമെന്നത്. പോലീസ് എന്നെ ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ. ഒരാഴ്ച മുമ്പ് കാണാതായ എന്റെ സഹോദരനെ അവർ കണ്ടെത്തിയെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല അവർ എന്താണ് ഈ പറയുന്നതെന്ന്. അവനെ കൊന്നു വെട്ടിയെടുത്ത അവന്റെ തല ഇപ്പോഴും എന്റെ ഫ്രീസറിൽ ഇരിപ്പുണ്ട്. പൂച്ചകൾക്ക് 9 ജന്മമുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യമായിട്ടും ആ നശിച്ച ജന്തുവിനെ ഞാനിത് 11ാമത്തെ തവണയാണ് കുഴിച്ചിടുന്നത്. ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റൂംമേറ്റ് കൂടെ ഇങ്ങനെ റൂമിലേക്ക് ആളെ കൊണ്ടുവരുന്നതിൽ എനിക്ക് തീരെ പരാതിയില്ല. പക്ഷെ ഇവരിൽ ഒരാൾ പോലും ഇതുവരെ അവൻ്റെ മുറി വിട്ട് തിരിച്ചു പോകുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ സംശയം. കഴിഞ്ഞ രാത്രി എൻ്റെ ഭാര്യ എന്നെ കട്ടിലിൽ നിന്ന് കുലുക്കി വിളിച്ച് എൻ്റെ ചെവിട്ടിൽ മന്ത്രിച്ചു. നമ്മുടെ വീട്ടിൽ ആരോ കടന്നിട്ടുണ്ട്. ശ്വാസമെടുക്കാൻ പോലും മറന്ന് ദേഹത്തുണ്ടായിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് എൻ്റെ മുഖം കൈകൾക്കുള്ളിലേക്ക് അമർത്തി നിസ്സംഗതയോടെ ഞാൻ ആ കട്ടിലിരുന്നോർത്തു. 2 കൊല്ലം മുമ്പ് ഏതാണ്ട് ഇതുപോലൊരു രാത്രിയിലാണ് എൻ്റെ വീട്ടിലേക്ക് 2 കള്ളന്മാർ അതിക്രമിച്ചു കയറിയതും എൻ്റെ ഭാര്യയെ കൊന്നതും.
ഇന്നലെയാണ് ഞാൻ ഓജാ ബോർഡ് ഉപയോഗിച്ചത്. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഉത്തരം കിട്ടിയത് ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോഴാണ്. എൻ്റെ റൂമിലെ ഭിത്തിയിൽ ചോരയിൽ എഴുതി വെച്ചിരിക്കുന്നു. രാത്രി വളരെ വൈകിയാണ് അങ്ങേർ വന്നത്. ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. മുറി തുറന്ന് അകത്ത് കയറി മൃദുവായി എൻ്റെ കവിളിൽ ചുംബിച്ച ശേഷമാണ് ഷവർ ഓൺ ചെയ്ത് കുളിക്കാൻ അദ്ദേഹം പോയത്. ശേഷം വന്ന് കിടക്കുകയും ചെയ്തു. നേരം വെളുത്ത അദ്ദേഹത്തെ കട്ടിലിൽ കാണാതായപ്പോഴാണ് ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കുന്നത്. അതിൽ ഇന്നലെ രാത്രി ഞാൻ വായിക്കാതെ പോയ എൻ്റെ ഭർത്താവിൻ്റെ നമ്പറിൽ നിന്നുള്ള ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാത്രി എനിക്ക് വരാൻ കഴിയില്ല, ഞാനൊരു സുഹൃത്തിനൊപ്പമായിരിക്കും തങ്ങുക. കുട്ടികൾ ആടിക്കളിക്കുന്നത് ഞാൻ അങ്ങനെ നോക്കി നിന്നു. അവരുടെ ശരീരങ്ങൾ തൂങ്ങിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത്, നിശബ്ദമായി അങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്ക് വല്ലാത്ത രസമാണ്. അമ്മയെ കാണണമെങ്കിൽ ഞാൻ എന്തിനാണച്ചാ ഇതിടുന്നത്? നെറ്റി ചൊളിച്ച് സംശയത്തോടെ 7 വയസ്സുകാരിയായ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു. പേടിക്കണ്ട, എല്ലാം പെട്ടെന്ന് തന്നെ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കയർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളുടെ കഴുത്തിലേക്കിട്ടു. പോയ വഴിയിലൂടെ തന്നെയാണ് ഞാൻ പിന്നെയും പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് ഞാൻ ഇതേ പെൺകുട്ടിയെ കടന്നു പോകുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തതല്ല, ഓരോ തവണയും കടന്നു പോകുമ്പോൾ എന്തിനാണ് ഈ കുട്ടി എന്നെ നോക്കി ഇങ്ങനെ വിചിത്രമായി ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞു സഹോദരി കുറച്ചു നാളുകളായി എനിക്ക് സ്വൈര്യം തരുന്നില്ല. അവൾ പറയുന്നു അവളെ നമ്മുടെ അച്ഛനും അമ്മയും കൂടി കൊന്നെന്ന്. എന്നാൽ അച്ഛനും അമ്മയും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഇത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നിനക്ക് അങ്ങനെ ഒരു പെങ്ങളേ ഇല്ലല്ലോ. കുഞ്ഞിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ രാത്രി കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ കുഞ്ഞിനെ തോളത്തിട്ട് മുറിക്കുപുറത്ത് അവൾ ഉലാത്തുന്നത് കണ്ടു. മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ കുഞ്ഞുമായി മുറിക്കുപുറത്താരാണ്?